വിശുദ്ധ വേദപുസ്തകത്തിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ അനേക രീതിയിൽ ഉപമിച്ചിട്ടുണ്ട്. അനേക നിലകളിൽ അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ളതും ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായിട്ടുള്ളതുമായ ഒരു ബന്ധമാണ് ദൈവത്തെ നമ്മുടെ അപ്പൻ എന്ന് സംബോധന ചെയ്യുവാൻ ദൈവം തന്നെ നമുക്ക് തന്നിട്ടുള്ള ഈ അവകാശവും അധികാരവും. ഏതൊരു കുഞ്ഞിൻ്റെയും വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന ആദ്യത്തെ ഹീറോ അവൻ്റെ പിതാവും ഹീറോയിൻ അവൻ്റെ മാതാവും തന്നെയാണ്. എന്തെങ്കിലും ലാഭം ലാക്കാക്കിയുള്ള സ്നേഹമോ ബന്ധമോ അല്ലാതെ. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത്തെ നമ്മുടെയൊക്കെ അവസ്ഥ നോക്കുമ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ ഏതു നിലയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതിന് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം കൽപ്പിക്കുന്നത്? ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി അപ്പോസ്തലനായ പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് നമ്മുടെ കരങ്ങളിൽ എത്തുവാൻ വേണ്ടി മാത്രമുള്ള ചിന്താകുലമായിരിക്കരുത് നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ മാനദണ്ഡമായി മനസ്സിലാക്കേണ്ടത്. അഥവാ അങ്ങനെ ഏതെങ്കിലും ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ അവസരമുണ്ടായെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന ആ സംഭവത്തിൻ്റെ അത്രയും പോലും നമ്മൾ ദൈവത്തോട് നീതി കാണിക്കുന്നില്ല പലരും എന്നുള്ളതും വാസ്തവമാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഇത്രയുമൊക്കെ ചെയ്യാമെങ്കിൽ ഞാൻ ഈ ദൈവത്തെ സേവിച്ചോളാം എന്നൊരു എഗ്രിമെൻ്റ്, ഉടമ്പടി ഈ യാക്കോബ് ചെയ്യുന്നുണ്ടല്ലോ. സത്യത്തിൽ ഇങ്ങനെ ഒരു ഉടമ്പടി പോലും നമ്മുടെ പക്കൽ ദൈവവുമായി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. മറ്റൊരാൾ നമ്മെ ബോധ്യപ്പെടുത്തുകയല്ല, നമ്മൾ സ്വയം ബോധ്യപ്പെടണം ദൈവത്തോട് ഇങ്ങനെയെങ്കിലും ഒരു ഉടമ്പടി ബന്ധം നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന്. അപ്പനെ കബളിപ്പിച്ച് അപ്പൻ്റെ അനുഗ്രഹവും ജ്യേഷ്ഠനെ കബളിപ്പിച്ച് ജ്യേഷ്ഠാവകാശവും തട്ടിയെടുത്തതിന് ശേഷം വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ നിന്ന് തൻ്റെ അമ്മയുടെ ഒത്താശയോടെ അമ്മാവനായ ലാബാന്റെ വീട്ടിലേക്ക് ഓടുന്ന വഴിയിൽ ഇടയ്ക്കൊരിടത്ത് വെച്ച് യാക്കോബ് ദൈവവുമായി ഒന്ന് സന്ധി സംഭാഷണത്തിന് അവസരം ലഭിക്കുകയാണ്. വാസ്തവത്തിൽ ഇന്ന് പലർക്കും ദൈവം വെറും ക്രൈസിസ് മാനേജർ മാത്രമാണ്. നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട വേദിയല്ല ദൈവത്തിൻ്റെ പാദപീഠം. പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പുതിയ നിയമവിശ്വാസികൾക്ക് ഏതു സമയത്തും കൃപാസനത്തിങ്കിലേക്ക് പ്രവേശനം തന്നിട്ടുണ്ട്. അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിക്കുക എന്നല്ല. ചെറിയ പ്രായം മുതലേ തന്നെ പല കുഞ്ഞുങ്ങളുടെയും ഉള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആശയം ഇങ്ങനെയാണ്: നമ്മുടെ പ്രശ്നങ്ങളിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ പാദപീഠമുണ്ട് എന്നത്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അതിനുവേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിക്കുന്നത് ബാല്യപ്രായം മുതലേ നമ്മൾ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കരുത്. ഒരു കൊച്ചു ബാലികയെക്കുറിച്ച് ഒരു ചെറിയൊരു കുറിപ്പ് ഇങ്ങനെ വായിപ്പാനിടയായി. ആ കുഞ്ഞിൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്കുള്ള സ്റ്റെയർവേയിൽ കൂടി തനിയെ കയറിപ്പോകുന്നത് ആ കുഞ്ഞിന് പേടിയാണ്. പ്രത്യേകിച്ചും രാത്രി സമയത്ത് ആ സ്റ്റെയർവേയിൽ വെളിച്ചം കുറവാണ്. അപ്പോൾ അമ്മ കുഞ്ഞിനെ ഉപദേശിച്ചു കൊടുത്തു: മോള് പേടിക്കണ്ട, പടി കയറുമ്പോൾ യേശു കൂടെ ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കയറിയാൽ മതി, യേശു കൂടെ ഉണ്ടാവും. ആ ഒരു ധൈര്യത്തോടെ നിനക്ക് പടി കയറി അപ്പുറത്തെത്തുകയും ചെയ്യാം. അമ്മ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ആ കുഞ്ഞ് ചെയ്തു. പടി കയറിക്കൊണ്ടിരുന്നപ്പോൾ യേശുവേ എൻ്റെ കൂടെ വരണമേ, എനിക്ക് ഈ പടി കയറുമ്പോൾ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പടി കയറി മുകളിലെത്തി. മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അല്പം ആശ്വാസത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു: യേശുവേ അങ്ങേക്ക് നന്ദി, ഇനി അങ്ങേക്ക് പോകാം. നമ്മൾ സത്യത്തിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നൊന്നുമില്ലെങ്കിൽ പോലും യേശുവിന് നന്ദി പറഞ്ഞിട്ട്
തുടർന്നുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങൾ നോക്കിയാൽ യേശുവേ എൻ്റെ കൂടെ നിൽക്കണമേ എന്നാണോ പോകാമെന്നാണോ എന്ന് നമ്മുടെ അവനവൻ്റെ ജീവിതം പരിശോധിച്ചാൽ അവരവർക്ക് തന്നെ ബോധ്യപ്പെടും. മറ്റാരും ഇത് ചൂണ്ടിപ്പറയേണ്ട ആവശ്യമില്ല. ദൈവം തെരഞ്ഞെടുത്തവരെന്ന് സ്വയം അഭിമാനിക്കുന്നവരും ദൈവത്തോട് പ്രത്യേക ഉടമ്പടി ചെയ്യപ്പെട്ടവരുമെന്ന് അവകാശപ്പെടുന്നവരുമായ ഇസ്രായേൽ ജനത അവരുടെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് സങ്കീർത്തനം 106 പറയുന്നുണ്ട്. 6-ാം സങ്കീർത്തനം 7-ാം വാക്യം: ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽ കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. എന്നിട്ടും അവൻ തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തൻ്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെയും അവസ്ഥ? ദൈവം ചെയ്ത എത്രയോ നന്മകൾ, എത്രയോ അത്ഭുതങ്ങൾ, എത്രയോ അനുഗ്രഹങ്ങൾ ഗ്രഹിക്കാത്തവരായി, മനസ്സിലാക്കാത്തവരായി നമ്മൾ പോവുകയല്ലേ മുന്നോട്ട്. കഷ്ടസമയത്ത് ദൈവം മനസ്സലിഞ്ഞ് നമുക്ക് ആശ്വാസം തന്നെന്നിരിക്കും, അനുഗ്രഹം ചൊരിഞ്ഞെന്നിരിക്കും. എന്നാൽ പിന്നത്തേതിൽ ഒരു കാര്യം ഓർത്തോണം. ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യമെന്ന് തിരിച്ചറിയുക. ATM മെഷീനകത്ത് എത്ര കോടി രൂപ ഉണ്ടെങ്കിലും നമുക്ക് ബാങ്കിൽ നിക്ഷേപമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ള ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ കഴിയൂ. എന്നതുപോലെ കഷ്ടകാലത്ത് ദൈവം സഹായിച്ചു എന്നോർത്ത് ദൈവത്തെ മറന്ന് ഓടുന്നത് നിർത്തിയിട്ട് എന്തെങ്കിലും ചില ആത്മീയ നിക്ഷേപങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ തുടങ്ങിക്കൊള്ളുക. കഷ്ടങ്ങളിൽ നമുക്ക് അത് ആശ്വാസമാകും. ദൈവം സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കരുതലുകൾക്കായിട്ട് സ്തോത്രം. അതിനുവേണ്ടി മാത്രമല്ല, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ നന്മകളും ഓർത്ത് അങ്ങയോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.